അനധികൃതമായി സാമൂഹികക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിന് സസ്പെൻഡ് ചെയ്ത റവന്യൂ വകുപ്പിലെ 16 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. പെൻഷൻ വാങ്ങിയ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ. ഷഫീദ്, രജിത്ത്, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വിവിധ വകുപ്പുകളിലെ 1500-ഓളം ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് പണം തിരിച്ചുപിടിക്കാനും കടുത്ത വകുപ്പ് തല നടപടി സ്വീകരിക്കാനും തീരുമാനിച്ച നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെയാണ് റവന്യൂ വകുപ്പിലെ 38 ജീവനക്കാരെ ആദ്യഘട്ടമെന്നോണം സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ വകുപ്പിലെ ഇത്രയധികം പേരെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയതിന് സസ്പെൻഡ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ റവന്യൂ വകുപ്പിലെ പാർട്ട് ടൈം സ്പീക്കർ, ക്ലർക്ക്, വില്ലേജ് അസിസ്റ്റന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികയിലുള്ള 34 പേരെയും സർവേ ഡയറക്ടറേറ്റിന് കീഴിലെ പാർട്ട് ടൈം സ്വീപ്പർ, സർവേവർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഓഫീസർ തസ്തികകളിലെ 4 ജീവനക്കാരെയുമാണ് റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ അതിനുശേഷം ഈ 18% ഈ പലിശ അടക്കം ചേർത്തുകൊണ്ട് ഇതിനെ തിരിച്ചുപിടിച്ച വകുപ്പ് തലമായിട്ടുള്ള നടപടികൾ നടന്നുവരികയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ഇതിൽ കുറച്ച് ജീവനക്കാരെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുകയും ബന്ധപ്പെട്ട ഉത്തരവിറക്കുകയും ചെയ്തിട്ടുള്ളത്. റവന്യൂ വകുപ്പിലെയും സർവേ ഭൂരേഖ വകുപ്പിലെയും 16 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനാണ് പിൻവലിച്ചിട്ടുള്ളത്. ഇവരിൽ നിന്ന് ഈ പെൻഷൻ വാങ്ങിയ, ഇത്രയും കാലം അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുകയും 18% പലിശയും സർക്കാരിലേക്ക് തിരിച്ചടപ്പിച്ചിട്ടുമുണ്ട്. റീജിത്ത.